ഈ ബി.ജെ.പി വിട്ട വയനാട് മുൻ ജില്ലാ പ്രസിഡന്റ് കെ.പി. മധുവിനെയും കോൺഗ്രസിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് സന്ദീപ് വാര്യർ. ആലോചിച്ചറിയിക്കാം എന്നാണ് മറുപടി പറഞ്ഞതായി UDF, LDF നേതാക്കളുമായി ചർച്ച നടത്തുന്നുണ്ടെന്നും കെ.പി. മധു പറഞ്ഞത്. വയനാട് നിന്ന് രതീഷ് വാസുദേവൻ കെ.പി. മധുവുമായി സംസാരിച്ചു. ആദ്യം നമുക്ക് ആ പ്രതികരണം കേൾക്കാം. സംസ്ഥാനത്ത് ഉപതെരഞ്ഞെടുപ്പിന് ശേഷം കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിന് ശേഷം BJP വിവാദങ്ങൾ ഒഴിയുന്നില്ല. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വയനാടിന്റെ BJPയുടെ മുൻ ജില്ലാധ്യക്ഷൻ കെ.പി. മധു പാർട്ടി വിട്ടിരിക്കുന്നു. കെ.പി. മധു ഇപ്പോൾ നമ്മളോടൊപ്പമുണ്ട്. എന്താണ് ഒരു പൊടുന്നനെയുണ്ടായ ഒരു സാഹചര്യം? എന്താ അതിന് പെട്ടെന്നുണ്ടായ സാഹചര്യമൊന്നുമല്ല. കഴിഞ്ഞ 9 മാസക്കാലമായിട്ട് ഞാനിങ്ങനെ ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്തൊരു കാര്യമാണ്. ഒരു ദിവസം കൊണ്ട് പെട്ടെന്ന് ഞാനെടുത്ത തീരുമാനമൊന്നുമല്ല പാർട്ടി വിടുക എന്നുള്ളത്. കുറച്ചു കാലമായിട്ട് വലിയ മടുപ്പുളവാക്കുന്നു. ഗ്രൂപ്പുകളുടെ അതിപ്രസരമാണ്. ഒരാൾ പറയുന്നത് മറ്റൊരുത്തിന് ഇഷ്ടമില്ല, മറ്റേ ആൾ പറയുന്നത് ഇയാൾക്ക് ഇഷ്ടമില്ല. എങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കും? ഒരു കുടുംബമാകുമ്പോൾ ആ കുടുംബത്തിൽ എല്ലാവരും കൂടി യോജിച്ചു പോയെങ്കിൽ മാത്രമേ അവിടെ ഒരു ഇമ്പം ഉണ്ടാവുള്ളൂ. ഇവിടെ അതില്ല. ഇപ്പോൾ പാലക്കാട് തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, ആ സ്ഥാനാർത്ഥി നിർണയം വന്ന അന്ന് മുതൽ 2 ഗ്രൂപ്പുകൾ തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രത്യാരോപണങ്ങൾ ഉന്നയിക്കപ്പെടുകയാണ്. ഞങ്ങളെ സ്ഥാനാർത്ഥിയായിരുന്നെങ്കിൽ ഞങ്ങൾ വോട്ട് ചെയ്തേനെ. എനിക്ക് ആ പാലക്കാട് നഗരസഭയുടെ ചെയർപേഴ്സൺ സംസാരിച്ചപ്പോൾ എനിക്കങ്ങനെ ബോധ്യപ്പെട്ടത്, എനിക്കങ്ങനെ മനസ്സിലായത്. അവിടുത്തെ മുതിർന്ന നേതാക്കൾ പറയുന്നത് അങ്ങനെയുണ്ടൊരു പാർട്ടി. ഇതിങ്ങനെ BJPയിലൊന്നും നമ്മളിങ്ങനെ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പോരടിക്കുന്ന സ്ഥിതിവിശേഷമാണുള്ളത്. ഞാനൊരു പ്രസ്താവന നടത്തിയെന്നതിന്റെ പേരിലാണ് എന്നെ മാറ്റി നിർത്തിയത്. 2024 ഫെബ്രുവരി 28-ാം തീയതിയാണ് മാറ്റി നിർത്തുന്നത്. മാറ്റി നിർത്തുമ്പോൾ എന്നോട് പറഞ്ഞത് ഇത് താൽക്കാലികമായിട്ട് താങ്കൾ മാറ്റി നിർത്തുന്നു, ഇലക്ഷൻ കഴിയട്ടെ, നമുക്ക് പുനരാലോചിക്കാം. അതിനുശേഷം പിന്നെ ഒരു ബന്ധവുമില്ല. പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വമോ സംസ്ഥാന പ്രസിഡന്റോ മറ്റാളുകളോ ജില്ലേന്റെ പുതിയതായിട്ട് വന്നിട്ടുള്ള ആളുകളോ ഇവരാരും തമ്മിൽ യാതൊരു വിധത്തിലുള്ള ബന്ധവും പുലർത്തുന്നില്ല. മീറ്റിങ്ങുകൾ വിളിക്കുന്നില്ല, കമ്മിറ്റികൾക്ക് വിളിക്കുന്നില്ല. ഒരു മെസ്സേജ് അറിയിച്ചിട്ടുണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടി ഡിജിറ്റൽ തെളിവിന് വേണ്ടിയിട്ട് ചില മെസ്സേജുകൾ ചില ആളുകൾ അയക്കുന്നു, അതിന്റെ ബന്ധപ്പെട്ട ആളുകൾ. താങ്കൾക്ക് സജീവ പരിഗണന നൽകിയിരുന്നു. പാർട്ടി തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ അതിന് ചുമതല നിശ്ചയിച്ചിരുന്നു. പാർട്ടി പരിപാടികൾ താങ്കൾ സജീവമായി പങ്കെടുത്തിരുന്നു എന്നാണ് ജില്ലാ അധ്യക്ഷന്റെ വിശദീകരണം. എനിക്കറിയില്ല. ഞാൻ പങ്കെടുത്ത 2-3 പരിപാടികളിലാണ്. അത് ഇവിടുത്തെ പ്രാദേശികമായിട്ടുള്ള ആളുകൾ അവരുടെ ഒരു അവരിങ്ങനെ നിർബന്ധിച്ചപ്പോൾ അവരോട് നമുക്കൊരു സ്നേഹമുണ്ടല്ലോ, നമ്മുടെ പ്രാദേശിക ആളുകളോട്, നമ്മുടെ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആളുകളോട്, നമ്മുടെ മണ്ഡലം കമ്മിറ്റിയുടെ ആളുകളോട്. അവരൊക്കെ പിന്നെ എന്റെ വളരെ അടുത്ത് നിൽക്കുന്ന സുഹൃത്തുക്കളുടെ ആളുകളൊക്കെയാണ്. അപ്പൊ അവർ പറയുമ്പോൾ 1-2 പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട്. അല്ലാതെ ഞാൻ കൺവെൻഷന് പോയിട്ടില്ല. ഞാൻ നോമിനേഷൻ കൊടുക്കുന്നത് പോലും സ്ഥാനാർത്ഥിയാണ് എന്നോട് പറയുന്നത്. ഞാൻ ഇന്ന് മധുവായിട്ട് നോമിനേഷൻ കൊടുക്കുകയാണ്, നിങ്ങൾ ഉണ്ടാവില്ലേ, നിങ്ങൾ വരണം എന്നോട് പറഞ്ഞു. ഈ പാർട്ടിയുടെ ജില്ലാ നേതൃത്വം എന്നെ വിളിച്ചോ? അല്ലെങ്കിൽ ഇവിടെ ഇതിന്റെ ചുമതല വഹിക്കുന്ന ജില്ലേന്റെ പ്രഭാരിയായിട്ടുള്ള ആളുകൾ എന്നെ വിളിച്ചോ? ആരും വിളിച്ചില്ലല്ലോ. ഇങ്ങനെ ഒരു പരിപാടി നടക്കുന്നുണ്ട്. ഇവിടെ കൺവെൻഷൻ നടന്നല്ലോ, ഞാൻ പോയില്ലല്ലോ. ഞാൻ പോകാത്ത എന്തുകൊണ്ട് നിങ്ങൾ വന്നില്ല എന്ന് എന്നോട് ചോദിച്ചില്ലല്ലോ. ഇവിടെ സംസ്ഥാന അധ്യക്ഷൻ വന്നു, മുൻ സംസ്ഥാന അധ്യക്ഷനും കേന്ദ്രമന്ത്രിയായിരുന്ന മുരളീധരൻ വന്നു. ആരും വന്നപ്പോൾ അന്വേഷിച്ചില്ലല്ലോ. തൊട്ടു മുമ്പ് ഉണ്ടായിരുന്ന ഒരു ജില്ലേന്റെ പ്രസിഡന്റ് അല്ലേ, അയാളൊരു ഇലക്ഷൻ കാലത്ത് നിർജീവമായിട്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ അയാളെ സജീവാക്കുന്നതിന് വേണ്ടി എന്ത് പ്രവർത്തനം ഇവർ നടത്തിയിട്ടുള്ളത്? എന്നോട് അപ്പുറം നിൽക്കുന്ന ഗ്രൂപ്പിന്റെ നേതാക്കൾ വന്നിട്ട് പറഞ്ഞു, ഞങ്ങളുടെ കൂടെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകാം. എനിക്ക് കെ.പി. മധുവിന് പാർട്ടി വിടേണ്ട യാതൊരു സാഹചര്യവും ഉണ്ടായിരുന്നില്ലെന്നാണ് BJP വയനാട് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് മലവയൽ പറയുന്നത്. ബാലിശമായ കാര്യങ്ങളാണ് അദ്ദേഹം പാർട്ടി വിടാൻ വേണ്ടി പറയുന്നത് എന്നും മധുവിന്റെ രാജി കൊണ്ട് ജില്ലയിൽ പാർട്ടിക്ക് ഒരു കോട്ടവും ഉണ്ടാകുന്നില്ലെന്നും പ്രശാന്ത് മലവയൽ പറഞ്ഞു. കാരണം അദ്ദേഹത്തിന് അർഹമായിട്ടുള്ള എല്ലാ പരിഗണനയും, ഒരു തരത്തിലുള്ള അവഗണനയും അദ്ദേഹത്തിനോട് കാണിച്ചിട്ടില്ല. കാരണം ഈ ഉപതെരഞ്ഞെടുപ്പിലടക്കം നല്ല റോള് അദ്ദേഹത്തിന് നിശ്ചയിക്കുകയും അത് അദ്ദേഹം കൃത്യമായിട്ട് ചെയ്യുകയും ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അവഗണനയുടെയും അദ്ദേഹം പറയുന്ന ആരോപണങ്ങളുമൊക്കെ ഇപ്പോൾ ഗ്രൂപ്പ് വഴക്ക്, അവഗണന, പിന്നെ അദ്ദേഹം ആശുപത്രിയിൽ അസുഖമായിട്ട് കിടന്നപ്പോൾ വിളിച്ചില്ല, ഇതൊക്കെയാണ് കാരണമെങ്കിൽ ഇതൊന്നും ഒരു കാരണമായിട്ട് ഞങ്ങളുടെ പ്രവർത്തകരാരും ഏറ്റെടുക്കാൻ തയ്യാറല്ല. ഈ മണ്ഡലത്തിലെ ഭാരതീയ ജനതാ പാർട്ടിയെ സ്നേഹിക്കുന്ന ആളുകൾക്ക് കൃത്യമായിട്ട് അറിയാം ഇതൊക്കെ ഒരു ബാലിശമായിട്ടുള്ള വാദം മറിയാക്കിക്കൊണ്ട് അദ്ദേഹം പറയുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഒരിക്കലും ഇത് പാർട്ടിയൊന്നും ബാധിക്കില്ല.